Got the man with the plan right here. Bring it swag with the man right here. എന്റെ മനസ്സിലെ സ്ത്രീ സങ്കല്പം എന്ന് പറയുമ്പോൾ നല്ല വെളുത്ത കുട്ടിയായിരിക്കണം, പിന്നെ വലിയ ചുണ്ടുകളായിരിക്കണം, പിന്നെ മുടി ഇവിടെ വരെയെങ്കിലും വേണം. എന്നെ ഇഷ്ടമാണെന്ന് പറയുമെന്ന് പറ. അയ്യോ, വല്ല തൊണ്ട് തല്ലാതെ ചല്ലി അടിക്കാതെ പോയാൽ മതിയായിരുന്നു. ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ റോക്ക് ആൻഡ് റോളിന്റെ എപ്പിസോഡ് എന്ന് പറഞ്ഞാല് വിവാഹ ബന്ധങ്ങളെ കുറിച്ചിട്ടാണ്. വെറൈറ്റി പിടിക്കുകയാണ്. അത് അടിപൊളി പരിപാടിയായിരിക്കും. അടിപൊളി പരിപാടി. കുടുംബങ്ങൾ, അതായത് കാണുന്നവരെല്ലാം കുടുംബങ്ങളാണ്. കുടുംബങ്ങളിലെല്ലാം ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടാവും, ഒരു കെട്ടിയോളും ഒരു കെട്ടിയോനും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ കെട്ടിയോളുമാരെയും കെട്ടിയോന്മാരെ വിളിച്ചാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യം വരുന്നു ടീം മധുരരാജയിലെ ദമ്പതികൾ. പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കറി വഴിയുള്ള കൂട്, ആ പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കറി വഴിയുള്ള കൂട്, കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ, അത് നിന്നെ പൂട്ടാനാണല്ലോ, തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന, തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന, തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന. ഞാൻ ഈ മധുരരാജ ദമ്പതികളെ വിളിച്ച സമയത്തെ നോക്കിയിരിക്കുകയായിരുന്നു. അതായത് ബൈജു ചേട്ടന്റെ പേരായിട്ട് ഏത് ഹതഭാഗ്യാണ് വരാൻ പോകുന്നത്. ബാക്കിയുള്ളവരുടെ കാര്യത്തിലൊന്നും വലിയ പ്രശ്നമില്ല. ഓ എന്റെ വരതേ. എന്തായാലും ടീം മധുരരാജയിലെ ദമ്പതികൾ ആസനസ്ഥരായാലും ഓക്കെ. അങ്ങനെയാണെങ്കിൽ വീണ്ടും കപ്പിൾസ് ആയിട്ട് വരാൻ പോകുന്നു നമ്മുടെ സ്വന്തം ദേവാസുരം ടീം. മംഗളങ്ങൾ വാരിക്കോരിച്ചൊരിയാം നമുക്കി മധുരിതു വാസന്തരാവിൽ, പട്ടുമെത്ത വിരിച്ചതിലിരുത്താം ഇവരെ കല്യാണ പാട്ടുപാടിയുണർത്താം, താരഹാരമണിഞ്ഞരാവിൽ ആനന്ദം ഉല്ലാസമുന്മാദമൊഴുകുമ്പോ ചുവടുവച്ചു പാടാം ശുഭരാത്രി, മനസ്സുകൊണ്ട് നേരാം ആശംസ, ചുവടുവച്ചു പാടാം ശുഭരാത്രി, മനസ്സുകൊണ്ട് നേരാം ആശംസ. നമ്മുടെ മനോജ് ഗിന്നസിൽ ഒരു മാത്തുക്കുട്ടിയെ ഞാൻ കാണുന്നു മാസം. അതെ, ശരിക്കും നമ്മൾ ഈ ഡാൻസ് കളിച്ചതിന്റെ അതിന്റെ എൻഡിങ് ഉണ്ടല്ലോ, എൻഡിങ്ങിൽ നിൽക്കുന്ന നമ്മുടെ പൊസിഷൻ ഭയങ്കര ഗംഭീരമായിരിക്കും. ഇത് മനോജേട്ടന്റെ ഏജന്റ് എങ്ങനെയാണെന്ന് അറിയോ? ഒന്ന് കാണിച്ചു പോയി. നീ ബട്ടൺസ് തെറ്റിച്ചിട്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഇത്രയും ആൾക്കാർ, ഇത്രയും പരിപാടികൾ, എന്താ അറിയോ, അത് ഇങ്ങനെ ഇരുന്നപ്പോ ഞാൻ ഓർത്താണ്. നാണൂല്ലേ ഒരു മനുഷ്യൻ സ്വന്തം ഭാര്യനെ പറ്റി പറയുമ്പോൾ? നമ്മുടെ റോഡിൽ കൂടെ പോകുമ്പോ ഒരുപാട് വായി നോക്കിയാൽ കാണാറുണ്ട്, അവർ പറയാറുണ്ട്. അല്ല, നിങ്ങൾക്ക് ഇവിടെ മാത്രം നോക്കാൻ പറ്റുള്ളൂ. അതും താഴത്തെ പറ്റും. മതി മതി മതി, എല്ലാവരും സീറ്റിലേക്ക് പോയി. എവിടെ അത് ശരിയാണല്ലോ, ഇവിടെ കസേര ഒഴിഞ്ഞിട്ടുണ്ടല്ലോ. അഖിൽ എവിടെ? നിങ്ങളുടെ കുട്ടിയൊക്കെ എവിടെ പോയി? അല്ല പിന്നെ എവിടെ എവിടേക്ക് കറങ്ങി നടക്കണ്ടായി, പിന്നെ കണ്ടില്ല. അവനെന്താ പറ്റേ? അവനൊരു കപ്പിളിനെ കൂട്ടിയിട്ട് വരണ്ടായിരുന്നല്ലോ. Got the man with the plan right. ഇത് കപ്പിൾ എപ്പിസോഡാ. കപ്പിളാ? എനിക്ക് ഒരു കപ്പിൾ ഉണ്ടായിരുന്നു വരാന്ന് പറഞ്ഞ കപ്പിള്. അവള് പാതി വഴിയായപ്പോ എന്നെ തേച്ച്. അപ്പൊ കപ്പിളില്ല, ചെയ്യാൻ പറ്റി. എനിക്കാണെങ്കിൽ എന്നെ കൂടെ വരുന്ന കപ്പിളുകൾ എല്ലാം പറയുന്നത് എനിക്ക് ഇതാണ് അവസ്ഥ.
എനിക്ക് ഇതില്ലെന്ന് മെച്ചൂരിറ്റി ഇല്ലെന്നെല്ലാം പറയുന്നത്. അങ്ങനെ മെച്ചൂരിറ്റി ഇല്ല എന്ന് പറഞ്ഞു. എനിക്ക് അറിയാൻ പറയുന്നത് ഞാൻ ഈ 3 ദിവസം മുമ്പ് ഒരു പെണ്ണാണാൻ പോയായിരുന്നു. പെണ്ണാണാൻ പോയപ്പോ അച്ചപ്പം, മുറുക്ക്, ജിപ്സ്, ജിലേബി എല്ലാം കൊണ്ടുവച്ചു. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു 2 കമ്പ് മുട്ടായിയോട് മേടിച്ച് വെച്ചുകൂടായിരുന്നു ഒന്ന്. അപ്പൊ എന്നെ ഇറക്കി വിട്ടു. കമ്പ് മുട്ടായോ? കോലുമിഠായി. എടാ നീ ഇങ്ങനെ കോലുമിട്ടായി ചപ്പിക്കൊണ്ടോ? നീ ആരെങ്കിലും നിനക്ക് പെണ്ണുരോടാ? അത് കോലുമുട്ടായിക്ക് എന്താണ് കുഴപ്പം? കോലുമുട്ടായി എന്താണ് കുഴപ്പം? നീ ഒരു കാര്യം ചെയ്യും, നീ കല്യാണം കഴിക്കണ്ട, നീ ഇവിടെ എങ്ങനെ കൂടിക്കോ. നിനക്ക് അവിടെ ഇല്ല, ഇങ്ങോട്ട് വന്നതേ കല്യാണം കഴിക്കാൻ വേണ്ടിട്ടാണ്. ആണോ? കഴിഞ്ഞ സങ്കല്പം നീ അത് മാറ്റിയിട്ട് നിന്റെ അടുത്ത് ചോദിക്കുന്നതിന് ഉത്തരം പറ. നിന്റെ മനസ്സിലുള്ള ഒരു സ്ത്രീ സങ്കല്പം എന്താണ്? എന്റെ മനസ്സിലെ സ്ത്രീ സങ്കല്പം എന്ന് പറയുമ്പോൾ നല്ല വെളുത്ത കുട്ടിയായിരിക്കണം, നിറം വേണം, പിന്നെ വലിയ ചുണ്ടുകളായിരിക്കണം. അതായത് ആ കുട്ടി ആദ്യം കാണുമ്പോൾ നമ്മുടെ കണ്ണിലെത്താനുള്ള ചുണ്ടായിരിക്കണം. പിന്നെ മുടി ഇവിടെ വരെയെങ്കിലും വേണം. തലയിലൊന്നും വേണ്ടേ? തലയിൽ വേണ്ടേ? തലയിലെ മുടി ഇതുവരെ വേണം. തലേന്ന് തുടങ്ങി മുടിയാണ്. എന്റെ കഥാപാത്രം മെച്ചൂരിറ്റി ഇല്ലാത്തതായിപ്പോ ഇല്ലേ? ഞാൻ ഇപ്പൊ പറഞ്ഞ മുടി ഇവിടെ വേണം. പിന്നെ എന്റെ ഇത്ര ഹൈറ്റേ പാടുള്ളൂ. ജോലി വേണം. എനിക്ക് കമ്പ്യൂട്ടർ ആക്കണ്ടേ? ഓ, നമ്മൾ ഇന്ന് വിളിക്കാനിരുന്ന ഗസ്റ്റ് ഉണ്ടല്ലോ, ഗസ്റ്റിനെ ഇങ്ങോട്ട് വിളിക്കേണ്ട ആവശ്യമില്ല. വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. ഇപ്പം പറഞ്ഞൊരു സങ്കല്പം വെച്ച് പോയി കഴിഞ്ഞാലേ അത് പ്രശ്നമാണ്. പിന്നെ അതില്ല. പ്രൊഡ്യൂസറെ ഗസ്റ്റിനെ പറഞ്ഞോട്ടോ, എന്റെ പുറകെ നിർത്തിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞോട്ടോ. ഗസ്റ്റിനെ വിളിക്കാൻ പോവാണ്. ഗസ്റ്റ് വന്നു കഴിയുന്ന സമയത്ത് വായിക്കട വെള്ളം ഒളിപ്പിക്കരുത്. എന്നിട്ട് അത് കോലുമുട്ടായി തിന്ന് എന്റെ ഹാങ് ഓവറാന്ന് പറയുകയും ചെയ്യരുത്. ഓക്കെ ആണോ? അവിടെ ചെന്നിരിക്കും. അവനെ മെച്ചൂരിറ്റി ഇല്ലല്ലോ, അവനെ ബൈച്ചേട്ടനെ നടുക്കിരുത്തിയത്. എന്നാലും പ്രശ്നമാണ് സംഭവം. കുട്ടി അഖിൽ ഇവിടെ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണോ എക്സാക്ട് അതിന് തക്കതായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഇനി ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിന്റെ വേദിയിലേക്ക് വരാൻ പോകുന്നത് ഇതൊരു പെൺകുട്ടി മാത്രമല്ല, ഇതൊരു മാലാഖയാണ്. ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിലേക്ക് സ്വാഗതം. താങ്ക് യു. മലയാളിയുടെ കെട്ടിയോളാണ്, മലയാളിയുടെ മാലാഖയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. ഹാപ്പിയാണ്? ഭയങ്കര ഹാപ്പി. നമ്മുടെ ഈ പിള്ളേരൊക്കെ കാണുന്ന സമയത്ത് എന്തൊക്കെ തോന്നുന്നുണ്ട്? ഭയങ്കര സന്തോഷം തോന്നുന്നു. ഇപ്പോ കുറെ ആയിട്ട് അധികം ആൾക്കാരെയൊക്കെ കാണാണ്ടിരുന്നതുകൊണ്ട് കുറെ പേര് ഒരുമിച്ച് കാണുമ്പോൾ ഒരു സന്തോഷം. ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് മാളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന്റെ സന്തോഷത്തിലാണോ? എന്തായിരുന്നു ലോക്ക്ഡൌൺ പരിപാടികളൊക്കെ? ലോക്ക്ഡൌൺ കുക്കിംഗ്, ക്ലീനിങ്, സിനിമ കാണുക, ഇതൊക്കെ തന്നെ. ഓ, നമ്മുടെയൊക്കെ മാറി തന്നെ അടിച്ചു. ഇവിടെ വന്നപ്പോ മുതൽക്കേ ഒരാളിങ്ങനെ എന്നോട് ചോദിക്കാണ് മീനയുടെ കല്യാണം കഴിഞ്ഞാണോ എന്ന്. അങ്ങനെ ചോദിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. അതെ, സ്ലീവാച്ചനായിട്ട് ഇടുക്കിയില് നേരത്തെ ഒരു സങ്കല്പം പറഞ്ഞില്ലായിരുന്നു, സെയിം ആണ്. എന്താണ് കാര്യം? എന്താണ് സങ്കല്പം? നിറം വെളുപ്പല്ലേ? മുടി നോക്കി ഒന്ന് അത്രയുണ്ടോ? നീ ഉദ്ദേശിച്ച അത്രയുണ്ടോ? ഹൈറ്റ് നോക്കി. കറക്റ്റാണോ? ചുണ്ടളം നോക്കി. കറക്റ്റല്ലേ? ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ? നൈസിന് സെറ്റ് ചെയ്താ പ്ലീസ്. എനിക്ക് നല്ല പണി പോയി. നല്ല കുടുംബത്തിലാന്ന് പറഞ്ഞു. നല്ല നിന്റെ മുഖത്തൊക്കെ എങ്ങനെയാണ് നല്ല കുടുംബത്തിലാന്ന് പറയുന്നത്? അവര് വീട്ടിൽ നാളെ വരുമ്പോ ഞാൻ വേറെ എങ്ങനെ നല്ല കുടുംബത്തിൽ പോയി നിൽക്കാം. എന്നാലും തോന്നൂലോ ആ കുടുംബത്തിൽ നീ ഉണ്ടായതാണ്. അത് മാത്രമല്ല നമ്മൾ തമ്മിൽ ഭയങ്കര ചേർച്ചയാണ്. നിങ്ങൾ തമ്മിൽ തീരെ ചേർച്ച ഇല്ലടാ. നിങ്ങൾ തമ്മിൽ ചേർച്ച എനിക്ക് തോന്നുന്നില്ലല്ലോ. നിനക്ക് മെച്ചൂരിറ്റി ഇല്ലല്ലോ. നീ ഇതെന്താണ് സംഭവം? നിനക്ക് മെച്ചൂരിറ്റി ഉണ്ടോ? നീ ഒന്ന് കണ്ണട വെച്ച് നോക്കിയേ. നീ ഒന്ന് ഇങ്ങോട്ട് ചേർന്ന് നോക്കിയേ. ഒരു ചേർച്ചയില്ല, ഒരു ചേർച്ച. ഞാനൊരു കാര്യം പറയട്ടെ, വീണയുടെ സങ്കല്പം എന്താ അത് പറ. എന്നിട്ട് ഈ മുഖത്തേക്ക് നോക്കി ഒരു സെക്കൻഡ് ഞാൻ ഇവനെ മാറ്റി നിർത്താം. എനിക്ക് കുറച്ചു കാലം മുന്നേ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ഞാൻ സങ്കല്പിക്കാറില്ല. മുമ്പേ ഉണ്ടായിരുന്ന സങ്കല്പം എന്തൊക്കെയാ? ഉണ്ടായ സങ്കല്പം അത് കഴിഞ്ഞല്ലോ. അല്ല എന്നാലും പറ ഒരു ഏകദേശം. ചെക്കൻ എന്തോരം പൊക്കം വേണം? അത്യാവശ്യം പൊക്കം വേണം, താടിയും മീശയൊക്കെ വേണം. അത്രയാണല്ലോ, ഒരു പേഴ്സണാലിറ്റി വേണം. അങ്ങനെ ഭയങ്കര ഭംഗിയോ അങ്ങനെ ഒന്നും എനിക്ക് പേഴ്സണാലിറ്റി. ഹലോ, ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് എങ്ങനെയാണ്?
പാട്ട് പാടാൻ അറിയുമെങ്കിൽ കുറച്ചുകൂടി നല്ലത്. ചക്കരപ്പന്തലിൽ തേൻമഴ ചൊരിയും. കുറച്ച് റൊമാൻറ്റിക് പാട്ടൊക്കെ പാടാൻ പറ്റിയ. റൊമാൻറ്റിക് പാട്ട് പാടാം. ഹംസമേ മഴവിൽ പ്രേമിക്കുമ്പോൾ ഞാനും നീയും നീരിൽ വീഴും. അതും തെറ്റിച്ച് പാട്ട്. നോക്കണ്ട. എന്റെ പൊന്നെണ്ണ, നിങ്ങൾ 4 കെട്ടിയില്ല, ഞാൻ ഒരെണ്ണമെങ്കിലും സെറ്റ് ആക്കണം. നിങ്ങളൊന്ന് പോകും. ആദ്യത്തെ സങ്കല്പം പൊളിഞ്ഞു പോയിച്ചേട്ടാ. ഇല്ല പറയൂ. വീണ ആർക്കെങ്കിലും വീണോ? എവിടെ ഞാൻ വേണോ? ഞാൻ നമ്മൾ രണ്ടുപേരും ഇല്ല, നമ്മൾ രണ്ടുപേരും ഒരേപോലെയാണ്. ഹെയറിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ? ഞാൻ ഹെയറിനെ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണ്. എവിടെ ഹെയർ കണ്ടാലും അതെടുത്ത് ഞാൻ അങ്ങനെ ഒരു കെട്ടിയാളാണ് എന്റെ മാലാക എന്നുള്ള എന്റെ സങ്കല്പം എന്റെ ജീവിതത്തിൽ കിട്ടിയില്ല. പുള്ളി ഹെയറിന് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആളാ. അത് കാരണം കൊണ്ട് ഓരോ എപ്പിസോഡിലും വേറെ 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 ഹെയർ വെച്ചിട്ടാ വരുന്നത്. സംശയം കൂടെ നിങ്ങൾ തീർത്തരണം. ഒരു സംശയം കൂടെ നിങ്ങൾ തീർത്തരണം. പുള്ളി ഇപ്പൊ എന്തിനാണ് വന്നത്? എനിക്കതൊന്ന് പറഞ്ഞു തരും. എന്റെ മെച്യൂരിറ്റി ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ ദുരന്തമൊക്കെ നമ്മൾ വിളിച്ചറിയിച്ചിട്ടാണ് നിനക്ക് വേറെ കോലുണ്ടായി പഠിച്ചത് അവിടെ ചെന്നിരിക്കും. കുട്ടി തന്നെ ആലോചിച്ചു. ഇവിടെ എല്ലാവരുടെയും കൂടെ ഓരോരുത്തരുണ്ട്. 2 പേരായിട്ടാണ് ഇരിക്കുന്നത്. കുട്ടി ഒറ്റയ്ക്ക് അവിടെ ഇരിക്കേണ്ടി വരും. ഇപ്പൊ ഒരു എസ് മൂളി കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം നമ്മൾ ഒരുമിച്ചിരിക്കാം. ട്രാഫിക് സിനിമയോ? ഞാൻ ആദ്യമേ പറഞ്ഞില്ല എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനോ കുറച്ചുകൂടി ഇഷ്ടം. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കത്തേ ഉള്ളൂ ഇങ്ങനെയാണെങ്കിൽ. ഇനി അതൊക്കെയാണ് പുതിയ സിനിമ വിശേഷങ്ങൾ. പുതിയത് ഞാനിപ്പോ അമൽ നീരദിന്റെ ഭീഷ്മപർവം ചെയ്തു മമ്മൂക്കടൊപ്പം. വേറെ ഇനിയിപ്പോ 1-2 ഡിസ്കഷൻ നടക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും വീണ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ശ്രീയാമെന്ന് പറയണേ പടമല്ല, നമ്മുടെ ജീവിതത്തിന്റെ കാര്യം ഒന്ന് ഡിസ്കഷൻ ചെയ്യാറുണ്ട്. വീണ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വീണയോടെ ഇനിയും ചോദിക്കാറുണ്ട്. പക്ഷെ അത് ഓരോന്നായിട്ട് നമുക്ക് ചോദിക്കാം. ഇപ്പൊ തൽക്കാലം സീറ്റിലേക്ക് പോകണം. താങ്ക് യു. നിങ്ങൾക്ക് കുറെ കഥകൾ പറയാനുണ്ടല്ലേ? ഉണ്ടാവുമല്ലോ. കവികൾ തന്നെ പറഞ്ഞിരിക്കുന്നത് ഹൃദയം കൊണ്ട് എഴുതുന്ന ഒരു കവിതയാണ് ഈ ദാമ്പത്യം എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഭരതയും ബൈചേട്ടൻ അവരുടെ ഒരു കഥ എന്താണ്? ഭാര്യയ്ക്ക് ഒരുപാട് ഫ്രീഡം കൊടുക്കുന്ന ഭർത്താവാണോ? അടിപൊളി. ഞാൻ ഭയങ്കര ഹാപ്പിയാ. ഇത്രയും സ്നേഹമുള്ള ഒരു ഭാര്യനെ എനിക്ക് കിട്ടിയതിന്. ചില ആൾക്കാരുണ്ടല്ലോ, ഇപ്പൊ വൈഫിന് ബോയ് ഫ്രണ്ട്സ് ഉണ്ട്, അത് ഹസ്ബൻഡ് അടുത്തും പറയും, ചേട്ടാ ഇതെന്റെ എക്സ് ആണ്, ചേട്ടാ ഇതെന്റെ എക്സ് ആണെന്നൊക്കെ പറഞ്ഞാലും ഹസ്ബൻഡിന് പ്രശ്നമൊന്നുമില്ല. ഇവിടെ എങ്ങനെയാ, നിങ്ങൾ എങ്ങനെയാ? കല്യാണത്തിന് മുമ്പൊക്കെ ആവാം, അതൊന്നും വലിയ പ്രശ്നമില്ല. കല്യാണം കഴിച്ചതിന് ശേഷം എന്നെ മാത്രം പ്രണയിക്കുന്ന എന്റെ ഭാര്യയാണ്. അതാണ്. അതിനു മുമ്പ് എന്ത് വേണമെങ്കിലും തുറന്നു പറയാം. മോക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? തുറന്നു പറഞ്ഞു. സത്യമായിട്ടും പറഞ്ഞു. പറഞ്ഞോടെ കിട്ടാ. അപ്പോ ഞാൻ ഈ വേദിയിൽ വെച്ചിട്ട് എന്റെ ചേട്ടനോട് ഞാൻ ഇതുവരെ പറയാത്ത ഒരു രഹസ്യം പറയാൻ പോവാണേ. പറഞ്ഞോ. എനിക്ക് കല്യാണത്തിന് മുമ്പ് കുറച്ച് ബോയ് ഫ്രണ്ട്സ് ഒക്കെ അത് ഉണ്ടായിരുന്നു. കുഴപ്പമില്ലല്ലോ, ഞാൻ പറഞ്ഞില്ലേ. അപ്പോ എനിക്ക് ചെറിയൊരു ഹോബിയും കൂടെ ഉണ്ട് കേട്ടോ. എനിക്ക് ഓരോ ബോയ് ഫ്രണ്ട്സിനെ കിട്ടുമ്പോഴും ഞാൻ ഓരോ അരിമണി എടുത്ത് സൂക്ഷിച്ചു വെക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്റെ എല്ലാ പാസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായ സ്ഥിതിക്ക് ഞാൻ അരിമണി സൂക്ഷിച്ച ഈ ഡബ്ബ കൊടുക്കുകയാണ്. ഇതായിരുന്നു. ഇതൊരു വലിയ മുഹൂർത്താണ് മാധു. എത്ര എണ്ണം അറിയാനൊരു നമുക്ക് എത്ര പേരുണ്ട് നോക്കാം. 2, 3, 4, 5, 6, 7. 7 അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ലല്ലോ മോളെ. ഈ 200 രൂപയും കൂടെ വെച്ചേരെ. ഞാൻ സൂക്ഷിച്ചു വെച്ച അരിമണിന്നേ കഴിഞ്ഞ ആഴ്ച ഒരു 2 കിലോ അരി എടുത്ത് ഞാൻ വിറ്റായിരുന്നു അതിന്റെ പൈസ. നീ ഇതിനാണോ എന്നെ കല്യാണം കഴിച്ചത്? നിനക്ക് എന്ത് ചെയ്യണം? പിന്നെ താനേ ഇപ്പൊ ഒരു ഷോ കാണിച്ചില്ലേ, ഇതൊക്കെ എറിഞ്ഞിട്ട് ഷോ കാണിച്ചില്ലേ, തനിക്ക് എന്ത് യോഗ്യത ഉണ്ട് എന്റെ അടുത്ത് ആ ഷോ കാണിക്കാൻ? തനിക്ക് ഒരു യോഗ്യത ഇല്ല. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ കേൾക്കണം. ഈ മനുഷ്യനുണ്ടല്ലോ, ഈ മനുഷ്യൻ എന്നെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് ഞാൻ എത്ര സന്തോഷിച്ചു എന്നറിയോ? എന്നെ ചതിച്ചതാ ഈ മനുഷ്യൻ, എന്നെ ചതിച്ചതാ. എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ ഇയാളെ കണ്ടപ്പോ ഞാൻ ആലോചിച്ചു, എന്റെ സങ്കല്പത്തില് അതേപോലത്തെ പുരുഷൻ, കുറെ താടിയുണ്ട്, മുടിയുണ്ട്, മീശയുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്റെ വീട്ടുകാർക്ക് അതിനേക്കാളും സന്തോഷം. അങ്ങനെ ഞങ്ങളുടെ കല്യാണം നടത്തി. കല്യാണം നടന്ന ആദ്യ രാത്രി ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഉറക്കം എണീച്ചപ്പോ കുട്ടപ്പൻ ചേട്ടന്റെ സ്ഥാനത്ത് കട്ടപ്പയുടെ ഫിഗറിൽ കിടക്കുക ഈ മനുഷ്യൻ. ഈ തലയിലിരിക്കുന്ന പിക്ക് നിങ്ങളൊന്നും നോക്കിയേ. കുട്ടപ്പൻ ചേട്ടനാണോ കട്ടപ്പ? എന്റെ ജീവിതം കോഞ്ഞാട്ടി കിളവനെ പിടിച്ചെന്നെ കല്യാണം കഴിച്ചത് എങ്ങനെയായിട്ട് സമ്മതിക്കാൻ? ഈ മനുഷ്യന്റെ കൂടെ എത്രയും ദിവസം ഞാൻ ജീവിച്ചില്ല. അതെ 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 പോലെ വാ. വരില്ലേ? അത് പോയി പോട്ടെ. ഒന്ന് ഫ്രീ ആയ. അതെ എനിക്ക് തോന്നുന്നത് ചിലപ്പോ വേറെ വിഗ് വെക്കാൻ പോയതായിരിക്കും. താറാവ്
വിഗ് ഊരിയ ചിലപ്പോ ഫീൽ ചെയ്ത്. അതെ അതെ, ചില ആൾക്കാർക്ക് അത് പക്ഷെ എന്റെ അരിമണീനെ എങ്ങനെ ഇൻസൾട്ട് ചെയ്ത് എറിഞ്ഞു കളഞ്ഞില്ല. അപ്പൊ എന്റെ കയ്യിൽ എന്റെ മനസ്സിൽ ആ ഒരു അത് അരിമണിയല്ലേ? ചേച്ചി ചേട്ടൻ പോയി ഇന്ന് വരുമെന്ന് തോന്നുന്നില്ല. ഞാനെങ്കിലും കമ്പനി തരാം. വരി. അതാണ് മതി. യങ് ആണ്, യുനോ, താടി മുടി എല്ലാം ഉണ്ട്. പക്വത കുറവ് കുഴപ്പമില്ല. വല്ലാണ്ട് പക്വത കൂടിയായിരുന്നു പുള്ളിക്ക്. എനിക്ക് ഇതാണ് ഇച്ചിരി കൂടെ ബെറ്റർ. നല്ല ഭാര്യ. ശരിക്കും മാലാക കൊണ്ടിരുത്തിക്കോ. ചേച്ചിയുടെ കൂടെ ഇരുന്നെങ്കിൽ എനിക്ക് മച്ചൂരിറ്റി ഉണ്ടാവുന്ന ഞാൻ നോക്കട്ടെ. അതെ, എടാ നിന്റെ സങ്കല്പത്തിൽ ഇത്രയും മുടിയുള്ള ഇത്രയും ഹൈറ്റ് ഉള്ള ആള് വേണ്ടേ നിനക്ക്? അല്ല, അതിനല്ലേ ഇത് എടുത്തോണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. തൽക്കാലം വീണ് രക്ഷപ്പെട്ടു. അതാണ് ഞാൻ പറഞ്ഞ, ആരും വിശ്വസിക്കാൻ പറ്റില്ല. എപ്പോഴാ കാലുമാറാന്ന് പറയാൻ പറ്റില്ല. അതെ, ഇപ്പൊ ഞാനൊന്ന് ഓക്കെ പറഞ്ഞിരുന്നെങ്കിൽ അവൻ കുറച്ചുകൂടി വലിയ മുടിയുള്ള ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ പോയിരുന്നില്ലേ? അതെ, സത്യം. അതാണ്. അല്ല, വേറൊരു കാര്യം ആലോചിച്ച് നോക്കിയാ, പൈച്ചേട്ടൻ കാണിച്ച് വലിയ മണ്ടത്തരമല്ലേ? അതാ, പുള്ളിക്ക് ഒരു അരിക്കട തുടങ്ങിക്കൂടായിരുന്നു. നമുക്കിനി ഇവരുടെ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഒരു ശരിയായിട്ടുള്ള നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഇവരെല്ലാവരും അടുത്തിടയ്ക്ക് കല്യാണം കഴിച്ച ആൾക്കാരാണ്. അപ്പൊ അതിന്റെ ഒരു കയ്പ് രുചിച്ച് തുടങ്ങുന്നതിന്റെ ഒരു ഹാങ് ഓവർ അവരുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. നമുക്കത് മാറ്റി വെച്ചിട്ട് ഒരു 50 വർഷത്തെ സുദീർഘമായിട്ടുള്ള ദാമ്പത്യ ജീവിതം പിന്നിട്ട ഒരു ദമ്പതികളെ അത് വിളിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ കല്ലു, സുദീർഘമായിട്ടുള്ള ദാമ്പത്യ ജീവിതം നയിച്ച ആ മാതൃകാ ദമ്പതികളാണ് ഇനി വരുന്നത് ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിന്റെ വേദിയിൽ. കഥയിലെ രാജകുമാരിയും ഭൂപകുമാരനും ഒന്നാവാൻ പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ കരളിലെ മുഖം തളിരണിയാന അവരിരു പേരും തപം ചെയ്തു ഈ അമ്പലക്കൽപ്പടവിൽ. കല്ലു, ഈ എന്താ പറയാ, ഒരു ജ്ഞാനശോഭ എന്നൊക്കെ നമ്മൾ പറയും. അതെ, അത് ശരിക്കും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട പോലെ ഉണ്ടായിരുന്നു നിങ്ങൾ വന്നപ്പോൾ. ശരിക്കും നിങ്ങളുടെ ആ വരവ് തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു വലിയ ഒരു ആശ്വാസമായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം. മാതൃകാ ദമ്പതികൾ എന്ന് പറഞ്ഞാൽ മാതൃകാ ദമ്പതികൾ തന്നെ. കോപ്പാണ് മാതൃകാ ദമ്പതികൾ. ആര്? ഞങ്ങൾ രണ്ടിന്റെ കാര്യമാണോ? നിനക്കെന്താ പ്രാന്താണോ? അതെ. എന്ത്? അയ്യോ, ഞാൻ കോടതിയിലോട്ട് പോകുന്ന വഴിയാണ്. കോടതിയിൽ എന്തിനാണ് ഞാൻ പോകുന്നത്? എന്തിനാ ഈ വയസ്സാം കാലത്ത് ഞാൻ എന്തിനാണ് കോടതിയിൽ പോകേണ്ട കാര്യം? എന്തിനാ? എനിക്ക് ഡ്രൈവേഴ്സ് വേണം. ഇപ്പൊ കുഴപ്പമൊന്നും കോടതിയിലൊന്നും ഡ്രൈവേഴ്സ് കൊടുക്കണില്ലല്ലോ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. അതല്ല ഞാൻ പറഞ്ഞത്. ഈ പിരിഞ്ഞു പോകുന്ന സാധനമില്ലേ നമ്മള്, ഈ വിവാഹ ബന്ധം പിരിച്ചു വിടത്തില്ലയോ? ഓ, ഡിവോഴ്സ്. അത് ഡിവോഴ്സ് വേണോ? എനിക്ക് ഡിവോഴ്സ് വേണം. എന്തിനാ ഈ പ്രായത്തിൽ ഡിവോഴ്സ് ഒക്കെ ചോദിക്കുന്നത്? എന്തിനാ? 75ാമത് പിറന്നാളിന്റെ അന്ന് എല്ലാവരും അപ്പൊ വീട്ടിൽ ഒത്തുകൂടുമല്ലോ മക്കളെ. എല്ലാവരും ഒത്തുകൂടും. അങ്ങനെ ഈ 15 കൊച്ചുമക്കളും വീട്ടിൽ വന്ന് ഞങ്ങളെ കാണാൻ വന്ന സ്നേഹം കൊണ്ട് ഇതിനകത്ത് ഒരു മെനകെട്ട ചെറുക്കനുണ്ടെന്നേ, ഒരു തലതിരിഞ്ഞ നാറി. അതെന്തെയാണ് എന്റെ ജീവിതം തകർത്തത്. ചെയ്തതോ? അവന് ഒരു മൊബൈൽ വാങ്ങിച്ച് ഇവക്ക് സമ്മാനമായിട്ട് കൊടുത്തു. മൊബൈലോ? കൊച്ചുമോനൊരു അമ്മൂമ്മയ്ക്ക് ഒരു മൊബൈൽ വാങ്ങിച്ചു കൊടുക്കുന്നത് എത്ര വലിയ തെറ്റൊന്നുമില്ല. അവർക്ക് കാണുന്ന ആഗ്രഹമാണ്, വീഡിയോ കോൾ വിളിക്കണം, അതിന് തെറ്റൊന്നുമില്ല. നിങ്ങൾ ആ നോക്ക്, ഇവിടെ മൊബൈൽ എടുത്തൊന്ന് നോക്ക്. എന്താ അതിനകത്ത് ആദ്യത്തെ പേരെഴുതി വെച്ചേക്കുന്നത് എന്താണെന്നറിയോ? മനു. ആരാടി മനു? ഇതാരാണ് ഈ മനു? ആരാണ്? നിങ്ങൾ നോക്ക്. മനു. അയ്യോ, ഇത് മനു അല്ല, ഇത് മെനു. അകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ള സാധനങ്ങളാണ് മെനു. മെനു അതെന്നെ പാപ്പിച്ചാൻ നിൽക്കണ്ട, അത് എനിക്കറിയാം. കേട്ടോ, മനു ആണോ മെനു ആണോ എന്നൊക്കെ ഞാൻ തെളിയിച്ചു. ഞാൻ കോള് വരുന്നുണ്ടമ്മേ. കോള് വന്നല്ലോ. കോള് വന്നു. അതെന്താ പേരുണ്ട് അവന്റെ. ഇവിടെ നോക്ക്, താഴെ നോക്ക്, പച്ചക്കകത്ത് നോക്ക്. എന്താണ്? അൻസാർ. അൻസാർ. ഓ, അത് അൻസാർ. ഏതാടി അൻസാർ? ആൻസർ അല്ലത്, ആൻസർ എന്ന് എഴുതിയേക്കുന്ന. ഇത് നമ്മളത് എടുക്കണമെങ്കിൽ, ആൻസർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ആക്കിയിട്ട് അത് എടുക്കാൻ വേണ്ടി ആൻസർ എന്ന് എഴുതിയേക്ക്. എന്ത് ഇതിനൊക്കെയാണോ നിങ്ങൾ പിരിയുന്നത്? സംശയമാണ് ഈ മനുഷ്യൻ. എനിക്ക് എങ്ങനെയെങ്കിലും ഇയാളുടെ അടുത്ത് നിന്ന് പോയാ മതി എന്റെ മോനെ. അതെ 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 അതെ. നിങ്ങൾ എങ്ങനെ കണ്ടുമുട്ടി? ഒരു 50 വർഷം നിങ്ങളുടെ രമണ ടാക്കീസില് അന്ന് പൊന്നാപുരം കോട്ട എന്ന് പറയുന്ന സിനിമയുണ്ട്, ഹിറ്റ് സിനിമയാണ്. ആ സിനിമ കാണാൻ ചെന്നപ്പോ അതിന്റെ ഫ്രണ്ടില് കപ്പലണ്ടി കച്ചവടം നടത്തുകയായിരുന്നു ഇവളുടെ അച്ഛൻ. ഇവളുടെ ജോലി എന്താന്ന് വെച്ചാൽ ആ ചട്ടിക്കകത്ത് കപ്പലിന്റെ മണലിനകത്തിട്ട് ഇങ്ങനെ ഇളക്കുന്ന പരിപാടിയാണ്. ഓക്കെ. അപ്പൊ ഞാൻ ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് ആളിനെ, അന്നത്തെ
ചോരത്തിളപ്പ് സമയമാണ്. അടങ്ങി നിൽക്കടാ അവിടെ. ഇപ്പൊ തിളപ്പ് തീർന്നേനെ. ചോരത്തിളപ്പ് സമയമാണ്. അപ്പൊ ഞാൻ കണ്ടു, ഒറ്റ നോട്ടത്തിൽ തന്നെ ഞാനങ്ങ് വലയിലാക്കി. അങ്ങനെ ഈ കപ്പലണ്ടി തീറ്റ ഒരു പതിവായി. 60 പ്രാവശ്യം കണ്ട് ഈ പുന്നാപുരം കോട്ട കണ്ടു. ഒരു ഏകദേശം ഒരു 2 ചാക്ക് കപ്പലണ്ടിയോളം ഞാൻ തിന്നു തീർച്ചിട്ടുണ്ട്. ഈ കപ്പലണ്ടി തീറ്റ അങ്ങനെ കൂടി അങ്ങ് വന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് സിനിമ കാണലൊക്കെ നിർത്തി, കപ്പലണ്ടി തീറ്റ നിർത്തിയിട്ട് ഞാൻ പിന്നെ നേരെ ഇവരുടെ വീട്ടിലോട്ടങ്ങ് പിന്നെ അങ്ങ് വീട്ടിലോട്ടങ്ങ് ഞാൻ അങ്ങ് സെറ്റായി. ഞാൻ പിന്നെ അങ്ങോട്ടങ്ങ് ചെല്ലും. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറയും, സംസാരിക്കും. ബാക്കി ഒന്നിച്ച് ഞങ്ങളങ്ങ് കഞ്ഞി വെച്ചു, ചോറ് വെച്ചു, കൂട്ടാൻ വെച്ചു. പിന്നെ ആളുകളൊക്കെ മതിലേൽ എഴുതി വച്ചു. മതിലേലല്ല, നമ്മുടെ വീടിന്റെ ഭിത്തിയല്ലേ. അതെ, അങ്ങനെ ഇതെന്റെ തലയിലായതാണ്. പക്ഷെ ഇന്ന് എനിക്ക് ഡൈവോഴ്സ് വേണം. എനിക്കും വേണം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഇവക്ക് അഹങ്കാരമാണ്. എനിക്ക് അഹങ്കാരമാണ്. എന്ത് അഹങ്കാരം? ഇത് സൗന്ദര്യം കൂടിപ്പോയതിന്റെ അഹങ്കാരം. നീ സുന്ദരിയാണെന്നുള്ളതിന്റെ അഹങ്കാരമല്ലേ നീ എന്നോട് കാണിക്കുന്നത്? അല്ലേ? നീ സുന്ദരിയാണെന്നുള്ള അഹങ്കാരമല്ലേ നീ എന്നോട് കാണിക്കുന്നത്? അയ്യോ, ഇത് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നാണമൊക്കെ വന്നല്ലോ. ഈ ദേഷ്യമൊക്കെ മാറിപ്പോയി. ഇത് എങ്ങനെ ശരിയായത്? പുള്ളി പറഞ്ഞ സത്യമാ. രോഗിക്കല്ല ചികിത്സ കൊടുക്കേണ്ടത്, രോഗത്തിനാണ്. എന്തായാലും ഉണ്ടല്ലോ, ഇത് ഭയങ്കര അനുഭവ സമ്പത്തുള്ള മനുഷ്യരായിട്ട് ഇവര്. ഇത്രയും ഒച്ചപ്പാട് ബോളൊക്കെ ഉണ്ടാക്കിട്ടെ ഒരൊറ്റ ഡയലോഗിൽ പരിപാടി തീർന്നു. അതെ, കൊള്ളാലോ പരിപാടി. അമ്മയ്ക്ക് ഡിവേഴ്സ് വേണോ? നമുക്കേ മാമനും അമ്മയും കൂടെ കൂടിയിട്ടേ ഇവിടെ ഇരിക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം ഈ ന്യൂ ജനറേഷൻ ദമ്പതികളുടെ ഇടയിലെ ഒരു ഓൾഡ് ജനറേഷൻ, ഒരു ഗോൾഡ് ജനറേഷൻ ഉണ്ടെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും. നമുക്കൊരു പണിയാ, രണ്ടുപേരെ 2 ടീമാക്കിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും അങ്ങനെ ഇരുത്താം. അതിനുശേഷം നമുക്ക് നമ്മുടെ മത്സരങ്ങളുമായിട്ട് അങ്ങോട്ട് തുടങ്ങാം. റെഡിയാണല്ലോ? ഞങ്ങളെ പിരിക്കാൻ പോവാണോ? തൽക്കാലത്തേക്ക് മാത്രം. ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുകൂടി ചെല്ലാവൂലോ. ഇരിക്കുന്നതല്ല, ഹിമവെട്ട മത്സരം നമ്മൾ മുഖത്തോട് മുഖം ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ പ്ലാനിങ് ആയത്. ഓക്കെ, അപ്പൊ എന്തായാലും ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിൽ ഒരുപാട് മത്സരങ്ങൾ വരുന്നുണ്ട്. 2 പേര് 2 സൈഡിലേക്ക് ഇരുന്നു. വീണ ഇവിടെ കുറച്ചു നേരമായിട്ട് അടങ്ങി ഒതുങ്ങി ഇരിക്കുകയാണ്. ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ കണ്ടു മാത്രം ഇരിക്കുകയാണ്. അങ്ങനെ ചുമ്മാ കണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനൊരു രസമില്ലല്ലോ, ഒരു ഗുമ്മില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ റോക്ക് ആൻഡ് റോളിന്റെ വേദിയിലേക്ക് വിളിക്കണം. എന്നിട്ട് ഒരു ഉഗ്രം ഗെയിം കൊടുക്കണം. അപ്പഴേ ഒന്ന് ഉഷാറാവുള്ളൂ. ഒരു ഐസ് ബ്രേക്കിംഗ് പരിപാടി വേണം. റെഡിയല്ലേ? ഇനി വരാൻ പോകുന്നു സെലിബ്രിറ്റി ഗെയിം. മത്സരം എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ പരിപാടിയാണ്. നമ്മൾ LED വാളിൽ ഒരു സീൻ കാണിക്കും. ആ സീനിൽ ചിലപ്പോ കാറിന്റെ നമ്പർ ഉണ്ടാവും, ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കളർ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാവുമല്ലോ. ഇതെല്ലാം നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. അതിനുശേഷം ഈ സീൻ അവസാനിച്ചതിന് ശേഷം നമ്മൾ വീണയുടെ അടുത്ത് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. അത് ആ സീനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മാത്രം മതി. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നമ്മളെല്ലാവരും കൂവോ? നിങ്ങളെല്ലാരും കൂവോ? ഞങ്ങൾ എന്നെ കൂവാണ്ടിരിക്കാൻ അങ്ങനെയല്ല, ഇതൊരു ആ ഒരു സ്പോർട്സ് മത്സരത്തിന്റെ സ്പിരിറ്റിൽ കൂവുന്നു. അതാണ്. ചിലപ്പോ ആക്കിയൊരു കൂവൂലായിരിക്കും. ഞാൻ കൂവൂല. അങ്ങനെയാണെങ്കിൽ മത്സരം തുടങ്ങാനായിട്ട് പോകുന്നു. LED വാളിലേക്ക് നോക്കിക്കോ, അവിടെ ഒരു ഉഗ്രം സീൻ വരാനായിട്ട് പോവാം. ആറ്റിങ്ങലാണോ വീട്? അതെ. ഓ അതെയോ? എവിടെയോ കണ്ടു മറന്ന മാതിരിയുണ്ട്. ഐ ആം മനു. കാപ്പി കോഫി? നോ താങ്ക്സ്. നോ താങ്ക്സ്. വീണയുടെ ഏറ്റവും പ്രിയപ്പെട്ട നായകനായിട്ടുള്ള ആസിഫ് അലിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളിൽ ഒന്നാണ് സോൾട്ട് ആൻഡ് പെപ്പർ. അതിലൊരു സീനാണ് കണ്ടത്. അത് കണ്ടപ്പോ നമ്മളെല്ലാരും എൻജോയ് ചെയ്തു. പക്ഷെ വീണ അത് കണ്ടത് സീൻ കഴിഞ്ഞപ്പോ തന്നെ ടെൻഷൻ ആയാ നിൽക്കുന്നതാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് വീണയുടെ ഈ ടെൻഷൻ ഒന്ന് മാറ്റാൻ വേണ്ടി കൂളാക്കാൻ വേണ്ടിട്ട് ആസിഫ് അലി എങ്ങനെയുണ്ടായിരുന്നു കെട്ടിയോളാണ് എന്റെ മാലാഖയുടെ സെറ്റിൽ? ആസിഫ് അലി ഭയങ്കര അടിപൊളിയായിരുന്നു. അതായത് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ കുറെ കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുമായിരുന്നു, കുറെ കാര്യങ്ങൾ പറഞ്ഞുതരും. അങ്ങനെ ഹി വാസ് എ വെരി നൈസ് പേഴ്സൺ. ആസിഫിനെ പോലെ ഒരു കെട്ടിയോനെ കെട്ടണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ? ശരിക്കുള്ള ആസിഫ്. അതെനിക്ക് സിനിമയിൽ നിന്ന് ആരെയും കെട്ടാൻ ആഗ്രഹമില്ല. സിനിമയ്ക്ക് പുറത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഐ പ്രിഫർ സ്പോർട്സ് പേഴ്സൺ ആണെങ്കിൽ ഐ വുഡ് പ്രിഫർ മോർ അങ്ങനത്തെ, അല്ലെങ്കിൽ someone related to military, like army, police, അങ്ങനെയൊക്കെയാണ്. അതായത് എപ്പോഴും എന്താ പറയാ, ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരാളെ കിട്ടാനാണ്. ഒരു സ്ട്രോങ് ഒരു ധൈര്യത്തിനാണോ അത്?
അങ്ങനെ അല്ല, നമ്മുടെ കൺട്രീനെ റെപ്രസെന്റ് ചെയ്ത് നിൽക്കുന്ന നാളെ മുതൽ ഞാൻ നീന്തൽ പഠിക്കാൻ പോകുന്നു. പ്രധാനമന്ത്രി കറക്റ്റ് ആയിട്ട് കല്യാണം കഴിച്ചിട്ടില്ല. അത് വേണ്ട, അത് വേണ്ട. ഇപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ ഒന്ന് ലൈറ്റ് ആയി ശ്രദ്ധിക്കും. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ? വിഷു നന്നായിട്ട് ശ്രദ്ധിച്ചല്ലോ. ആ സീനിൽ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. ആ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ആരാണ്? TC ആയിരുന്നു. ബ്ലാക്ക് കോട്ട് ഇട്ട് നിൽക്കുന്ന, റെഡ് ടൈ നിൽക്കുന്ന പുറത്ത്. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടോ? കണ്ടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ വിഷയം ഒന്നുകൂടെ കണ്ടുനോക്കാം, എന്നിട്ട് ഉറപ്പിക്കാം. അതെ, കൂല് കിട്ടാത്തതിന്റെ സന്തോഷമുണ്ട്. കയ്യടി മുടങ്ങിയില്ല. അത് ഇത്തവണ കളി ഒന്ന് മാറുകയാണ്. ഇതൊരു ഫോട്ടോ കാണിക്കും. അതിനകത്ത് ഒരാൾ മറ്റൊരാളോട് എന്തെങ്കിലും പറയുന്ന രീതിയിലൊക്കെ ആയിരിക്കും. അയാൾ എന്തായിരിക്കും മറ്റേ ആളോട് പറഞ്ഞിട്ടുണ്ടാവുക? അതായത് അയാൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക വീണ ഗസ് ചെയ്യണം. എന്തും നമുക്ക് ഗസ് ചെയ്യാം. അതെ, പക്ഷെ അത് ആ ഗസ് ചെയ്യുന്ന കാര്യം ആ ഫോട്ടോയുമായിട്ട് മാച്ച് ആയിരിക്കണം. അതെ, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നീങ്ങുന്നോ, എന്നിട്ട് LED ഹോളിലേക്ക് പോയി. ആര് പറഞ്ഞതാണ്? രണ്ടുപേരുടെയും ലിപ്പ് വലിയ പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ആക്കാം. എന്താ മോനെ, സുഖമല്ലേ? ഈ പരിപാടി കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടി എന്താണ്? അങ്ങനെയാണോ? ഒന്നുകൂടി കൊഴുപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും? മാത്തൂന് എന്താണ് തോന്നുന്നത്? പിണറായി വിജയൻ സാർ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അങ്ങനെ സാധിക്കുന്നു ഇങ്ങനെയൊക്കെ. അടുത്ത ഗെയിം എന്ന് പറയുന്നത് ഒരു റിവേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മളൊരു ഉത്തരം പറയും, ആ ഉത്തരത്തിന് ചോദ്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മത്സരം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ നരേന്ദ്രമോദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിക്കണം. റെഡി? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ ഉത്തരം വരുന്നു സ്ലിം ബ്യൂട്ടി. ഉത്തരമാണ് സ്ലിം ബ്യൂട്ടി എന്ന് പറയുന്നത്. അതിന്റെ ചോദ്യം പറ. ഈ ഇരിക്കുന്ന കുട്ടീനെ കണ്ടാൽ എന്ത് പറയും? അതല്ല, ഇതിന്റെ ചോദ്യം കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഇത് കറക്റ്റ് ആയി. ആ സംഭവമായി. അടുത്ത മത്സരം എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആണ്. വീണയ്ക്ക് ഉഗ്രനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മത്സരമാണ്. നമ്മളൊരു ഇമേജോ വിഷ്വലോ LED ഹോളിൽ കാണിക്കും. അതിനെ ജസ്റ്റ് അങ്ങ് ഇമിറ്റേറ്റ് ചെയ്ത മാത്രം മതി. സംഭവം പൊളിക്കും. കാരണം ഒരു ആക്ട്രസ് ആയതുകൊണ്ട് ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സിമ്പിൾ പരിപാടിയാണ്. അതെ, അഭിനയിച്ച് പ്രതിഫലിപ്പിക്കും. റെഡി അല്ലേ? അങ്ങനെയാണ് LED ഹോളിലേക്ക് നോക്കിക്കോ. പഠിക്കാൻ പോണ കുട്ടികളുടെ പിന്നാലെ പഞ്ചാരടിയും കൊണ്ട് വന്നാണ്ടല്ലോ, ചവിട്ടി നിന്റെ വാരില് ഞാൻ ഒടിക്കും. പിടിപൊടി തല തെറിച്ചോളെ. ആ ചെക്കൻ പിന്നാലെ വന്നെ ഞാനെന്ത് ചെയ്യാനാ? ചെക്കന്മാര് ചക്രവർത്താനം പറഞ്ഞ് വരുമ്പോ പെടക്കോഴി പതുകണ പോലെ പതുക്കി കൊടുക്കും. എന്നിട്ട് ഞാനെന്ത് ചെയ്യാനാ? ഒറ്റ വീക്ക് വെക്കാണ്ടല്ലോ. പൊട്ടും തൊട്ട് പൂവും ചൂടി ഇളിച്ചു കാട്ടി നടന്നോ ശാവം. ഈ സീൻ നമുക്ക് നോക്കിയാലോ? ഈ സീൻ മൊത്തം ഇതില് എക്സാക്ട് ഒരൊറ്റ ഡയലോഗ് മാത്രം പറഞ്ഞാൽ മതി. ആ അനിയത്തിയുടെ അടുത്ത് പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, ചെക്കന്മാര് പഞ്ചാരവർത്തമാനം പറഞ്ഞു വരുമ്പോ പെടക്കോഴി പതുങ്ങുന്ന പോലെ പതുങ്ങിക്കൊണ്ട് നടക്കും. വീക്ക് ഞാൻ വെച്ചാലും ചെക്കന്മാര് പഞ്ചാര വർത്താനം പറഞ്ഞു വരുമ്പോ പെടക്കോഴി പതുങ്ങുന്ന പോലെ പതുങ്ങി നിൽക്കും. ഒറ്റ വീക്ക് വെച്ചാണല്ലോ കറി പോടി. കയ്യിലായി വളലണ്ട് പോയി, അല്ലെങ്കിൽ വെട്ടിയേനെ. അടിപൊളി. ഒരു കൈ കൊടുക്ക. വീണ ഇവിടെ വന്നപ്പോ മുതൽക്ക് ഒരാള് കുറച്ചു നേരമായിട്ട് കയ്യിൽ എഴുതി വെച്ചേക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗ് എന്തുകൊണ്ട് കയ്യിൽ എഴുതി വെച്ചേക്കണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം ദമ്പതികളാണല്ലോ. ഈ ദമ്പതികളിൽ ഒരാള് വേർപ്പ് തുടച്ചപ്പോ പോയി. കയ്യിൽ എഴുതി വെച്ച ഡയലോഗേ വേർപ്പ് തുടച്ചപ്പോ പോയിന്ന്. എന്താ കാര്യം വെച്ചാൽ ഈ ദമ്പതികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത പെൺകുട്ടി തന്നെ പറയട്ടെ. ചേട്ടനെ മിമിക്രി ഷോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അങ്ങനെയാണ് ഞാനൊരു ഷോ കാണാൻ പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങളെ പോലെ ഈ ബ്ലേസർ വാടകയ്ക്ക് വാങ്ങിച്ചു വന്ന്. ഇത്രയ്ക്കൊക്കെ ആരാധിക്കാൻ പറ്റുന്ന ഒരു മിമിക്രി നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? അത് അവിടെ ഇരുന്ന് ചെയ്യണ്ട. മിമിക്രി ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ അതിന്റെ ഒരു സ്റ്റേജ് കൊടുക്കണം. മാലകയിലെ സീനല്ലേ ചെയ്യാൻ. ആസിഫ് അലിയുടെ ഡയലോഗാണ് പറയാനായിട്ട് പോകുന്നത്. ആസിഫ് അലിയുടെ വൈഫായിട്ട് അഭിനയിച്ച ആളാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വെറുതെ മിമിക്രി ചെയ്യാണ്ട് അതങ്ങ് അഭിനയിച്ച് കാണിക്കും. ഒരു ചെയർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നോടെ പൊളിക്കും. റിൻസി, ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് പിരിയനെ പറ്റി ചിന്തിക്കാൻ കൂടി പറ്റൂലെന്നേ. എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ? റിൻസിക്ക് വിഷമമെന്ന് കരുതിയില്ല ഞാൻ റിൻസി പറഞ്ഞ പോലെയൊക്കെ ചെയ്തേ. വീട്ടിൽ കൊണ്ട് ആക്കിയത് പോലും റിൻസി സന്തോഷമായിട്ടിരിക്കുമെന്ന് വിചാരിച്ചിട്ടാ. ഇതൊക്കെ ഒന്ന് തുറന്നു പറയാൻ പറ്റണ്ടേ? സൂപ്പർ സൂപ്പർ.
അപ്പൊ എന്തായാലും നിന്റെ ജീവിതത്തിലെ വലിയൊരു അഭിലാഷം സാധിച്ചല്ല. തീർച്ചയായിട്ടും താങ്ക് യു റോക്ക് ആൻഡ് റോൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മത്സരങ്ങൾ തൽക്കാലത്തേക്ക് അവസാനിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ എന്തായാലും വീണയ്ക്ക് അവിടെ ചെന്നിരിക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളുമായിട്ട് നമുക്ക് വരാം. തൽക്കാലത്തേക്ക് അവിടെ ഒരു കൈയടി. താങ്ക് യു. റോക്ക് ആൻഡ് റോളിന്റെ ഒരു ഹൈ എന്ന് പറയുന്നത് ഇത് ഗെയിംസ് ആണ്. അതെ, ഇത്തവണ ഇവർ കപ്പിൾസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് കപ്പിൾസിന് പറ്റുന്ന ഗെയിംസ് ആയി. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിന്റെ വേദിയിലേക്ക് ഇനി വരുന്നു ഗെയിംസ്. അപ്പോ പ്രോപ്പർട്ടീസ് വരട്ടെ. ഈ ഗെയിമിന് വേണ്ടിയിട്ട് നമ്മുടെ ഏഞ്ചലിനെയും മനോജ് ഗിന്നസിനെയും ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചാലോ ആദ്യം? വരട്ടെ. ഇത് ഗെയിമിന്റെ ടീം റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഒരു പുതിയ ഐറ്റമാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ പാർട്ട്ണർമാരിൽ ആരെങ്കിലും ഒരാള് ആ ഐസിൽ കയറി നിൽക്കണം. ഓക്കെ, അങ്ങനെയാണ് ഏഞ്ചൽ വരട്ടെ. ഏഞ്ചലിനെ നിർത്താം. ഏഞ്ചൽ ഷൂസ് ഒക്കെ ഊരിയിട്ട് അതിനകത്ത് കയറി നിൽക്കും. എന്നിട്ട് ഈ കാല് നമ്മൾ ലോക്ക് ചെയ്യും. കാല് പൂട്ടും. നമുക്ക് അല്ലെങ്കിൽ ഒരു ചങ്ങലയുടെ ആവശ്യം ഉണ്ടായിരുന്നു. ആ കാല് ജസ്റ്റ് നമ്മൾ ലോക്ക് ചെയ്തിട്ട് ആ താക്കോല് ഈ ബലൂണിന്റെ ഇടും. അത് ശരി, നമ്മുടെ ബന്ധനത്തിന് മോഹൻലാൽ താക്കോല് വലിച്ചെറിയുന്ന മാതിരി ഇതില് താക്കോല് വലിച്ചെറിയും. ഈ പേർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ പാർട്ട്ണർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനുള്ളിലേക്ക് കയറി ഈ ബലൂൺ മുഴുവൻ പൊട്ടിച്ച് ഈ പാർട്ട്ണറെ രക്ഷപ്പെടുത്തണം. ഇത് മൊത്തം പൊട്ടിച്ചിട്ട് എടുക്കാൻ പാടുള്ളൂ. താക്കോല് കണ്ടാലും നമ്മൾ മൊത്തം പൊട്ടിച്ചിട്ട് നിൽക്കുന്ന ഒരു ഐസ് കാണാൻ പറ്റും. അതുവരെ ഐസ് വെള്ളത്തിൽ ഇങ്ങനെ നിൽക്കും ഏഞ്ചല്. ഓക്കെ, 2 മിനിറ്റാണ് സമയമുള്ളത്. ഈ 2 മിനിറ്റ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പരിപാടി തുടങ്ങാം. എന്റെ കയ്യിൽ ചെയിനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു ചെറിയ ചെയിനാട്ടോ, കാണുമ്പോ തന്നെ അറിയാം. വളരെ ചെറിയൊരു ചെയിനാണ്. ഈ ചെയിൻ കൊണ്ട് നല്ല ഭംഗിയായിട്ട് ലോക്ക് ചെയ്യണമെന്ന് അവർ പറഞ്ഞു. ഏഞ്ചല് നശിച്ചു പോകില്ല, ഐസിലിട്ട് വെച്ചേക്കണുണ്ട്. ഐസിലേക്ക്, ഐസിന്റെ കൂമ്പാരത്തിലേക്ക് കയറൂ. വലത്ത് കാല് വെച്ച് എങ്ങനെയുണ്ട് ഏഞ്ചലേ? കാല് കെട്ടിക്കേ. ഇനി അങ്ങോട്ട് കാല് കെട്ടാൻ പോവാണ്. തണുപ്പുണ്ട്. ഐസ് വെള്ളത്തിന് ഇതേവരെ ചൂടി വന്നിട്ടില്ല. അയ്യോ, ഇവര് കെട്ടി തീരുമ്പോ എന്റെ പകുതി മാത്തു. അപ്പൊ നമ്മള് താക്കോൽ എടുത്തു. ഏഞ്ചലിനെ പൂട്ടി താക്കോൽ എടുത്തു. ഇനി താക്കോൽ ഇതിനുള്ളിലേക്ക് ഇടാൻ പോവാണ്. ഇവിടെ 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 വാ. കേറിക്കോ. ഭാര്യയോട് സ്നേഹമുള്ള ഭർത്താവാണ്. പഠിക്കുന്നു. എന്താ ഇപ്പൊ ഫീൽ ചെയ്ത് പറയൂ. വയറിന് വേണ്ടി എങ്ങനെയുണ്ട്? താക്കോല് ചവിട്ടി വളഞ്ഞ് മൊത്തം സ്പീഡിൽ ചവിട്ടി പഠിച്ചോ. ഏഞ്ചൽ ഇവിടെ ഉരുകാണ്. ഇപ്പൊ നിങ്ങൾക്ക് പറയാണോ തോന്നുന്ന മനുഷ്യ എല്ലാത്തിലും കാണിക്കില്ലേ? ഓടി വാ. അയ്യോ, താക്കോൽ വെള്ളത്തിൽ പോയേ. കാലം മരവിച്ച്. ഇനി ഞാൻ എങ്ങനെ താഴെ നിൽക്കും? കഴിയണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? അതെ, ഞാൻ പറയട്ടെ, നല്ല ഡബിങ്. അല്ലല്ല, ഞാനതാ പറയാൻ വന്നത്. ഈ ഗെയിം ഇപ്പൊ കഴിയണ്ടായിരുന്നു. കാണാൻ രസമില്ലെങ്കിൽ കേൾക്കാൻ ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഇതിനൊക്കെ നല്ല ഉത്തരം പറയണമെന്നുണ്ട്. ഇതല്ല, അത് കഴിഞ്ഞിട്ടുള്ള എക്സ്പ്രഷൻ. എനിക്ക് പറ്റുന്നില്ല. വേറെ കാര്യം പറയട്ടെ. ഇല്ല, ഇവളുടെ കമോൺ ബേബി പോയ ഏറ്റവും ആപ്റ്റ് ഇവിടെയാണ്. വികാരാധീനയായി നിൽക്കുന്ന ഈ കുട്ടിയെ പോയിരുന്നോ? അല്ല, അങ്ങോട്ടാണല്ലോ. മത്സരം എങ്ങനെയുണ്ടായിരുന്നു? മത്സരം അടിപൊളിയായിരുന്നു. പാവം സ്ലിം ബ്യൂട്ടി.
അതെ, പക്ഷെ ഒരു കാര്യം മാറി മാറി ചെയ്തുകൂടെ? അതായത് കുറച്ചു നേരം ഭർത്താക്കന്മാര് നിക്കട്ടെ. അല്ല, അത് വേറെ കണ്ടസ്റ്റൻസ് നമുക്ക് അങ്ങനെ കൊടുക്കാം. ഇത് ആര് നിക്കണമെന്നൊന്നുമില്ല, ഇതിനകത്ത് ആരെങ്കിലും ഒരാള് ഭാര്യമാര് മാത്രം നിന്നാ പോരല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ കല്ലു നമുക്ക് അടുത്ത ടീമിനെ വിളിക്കാം. നമുക്ക് ഈ സൈക്കോ ഗെയിം ആയതുകൊണ്ട് തന്നെ ഒരു സൈക്കോയെ വിളിച്ചാലും മാത്രം നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ സൈക്കോയും സൈക്കോയുടെ മിമിക്രി കണ്ട് വീണ ഹരിതയും വരട്ടെ. അപ്പൊ ഹരിതയും രാജേഷും റെഡിയായി കഴിഞ്ഞു. ഇനി ആരാണ് ഐസ് വെള്ളത്തിൽ നിൽക്കാൻ പോകുന്നത്? വീണയുടെ ആഗ്രഹപ്രകാരം ഒന്നും മാറ്റാൻ പാടില്ലെന്ന് ചോദിച്ചില്ലേ, അതുകൊണ്ട് ഞാൻ വിളിക്കാം. എന്റെ ഭാര്യ അത് പൊട്ടിക്കും. അതാണ് ആ ചങ്കൂറ്റുണ്ടല്ലോ, അതിന് പ്രത്യേക അഭിനന്ദനം വേണം അല്ലേ വീണ? അതെ അതെ, താങ്ക് യു, അടിപൊളി. എന്നിട്ട് നേരെ ഐസിലേക്ക് കാലെടുത്ത് വെച്ചു. മുകളിലേക്ക് ഇടാൻ പോകണം. താക്കോല് ഉള്ളിലേക്ക് ഇട്ടു. Time starts now. ടോളിൽ മാപ്പു നൽകൂ മഹാനിധിയെ. തുറന്നു. അവാർഡ് പണം എവിടെയാ തുറക്ക? ഇത് തുറക്കണില്ലല്ലോ. ഇതെന്താ തുറക്കാത്തെ? പറ്റ മാറിയാ അതിന്റെ ഇത് 2 കാലം അവിടെ എളുപ്പമല്ല. അയ്യോ, അത് രസം എന്ന് വെച്ചാലേ അവന് കറക്റ്റ് നിർത്തിയതിനു ശേഷം ഒരു വലിയ ഐസ് കട്ട ഉണ്ടല്ലോ, ഇത് കറക്റ്റ് ആ കാലിന് മേളിലേക്ക് അങ്ങ് വെച്ചു. അതായിരുന്നു ഏറ്റവും അപകടം. ഇതെല്ലാം നിർത്തി നമുക്ക് റിസൾട്ട് പ്രഖ്യാപിക്കേണ്ട സമയമായിരിക്കുന്നു. വാച്ചിയർ ഈ പോരാട്ടത്തിൽ ബലൂൺ പൊട്ടിക്കുന്ന കാര്യത്തിൽ 2 ടീമുകളും അത്യുഗ്രം പോരാട്ടം തന്നെയായിരുന്നു, ഒരു സംശയമില്ല. വെറും 3 സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ഇന്നത്തെ വിജയം നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആ 3 സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ വിജയിച്ചിരിക്കുന്ന ടീം മധുര രാജ. അഖിലേ, നിനക്ക് ഇവിടെ നിന്ന് മത്സരിക്കാൻ ഒരു ആഗ്രഹം തോന്നുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ നിനക്ക് ആരുടെ കൂടെ മത്സരിക്കണം എന്ന് ആഗ്രഹം തോന്നുന്നു? പറ. എനിക്കാ വീണ വരുമെങ്കിൽ ഞാൻ മത്സരിക്കും. വീണോ. വീണയ്ക്ക് എന്തായാലും സ്വാഭാവികമായിട്ടും ഈ കൂട്ടത്തിൽ ഏതിൽ നിൽക്കാനാണ് കൂടുതൽ ഇഷ്ടമുള്ളത്? കാലിട്ട് നോക്കട്ടെ ആദ്യം. ഐസിൽ ഇല്ല, അത്രയും ബുദ്ധിമുട്ടില്ല, സുഖം. ഐസിൽ കല്ലു, ഞാനൊരു കാര്യം പറയട്ടെ. ആദ്യം തന്നെ ഐസിൽ വന്ന് കാലിട്ട് നിൽക്കാൻ ധൈര്യം കാണിച്ച വീണ തന്നെയാണ് ഐസിൽ നിൽക്കുന്നത്. പൊട്ടിച്ചോ. ഇത് കഴിഞ്ഞാൽ എന്നെ ഇഷ്ടമാണെന്ന് പറയുമെന്ന് പറ. ഉറപ്പല്ലേ? എടാ, ഇങ്ങനെ പൊട്ടിക്കല്ലേ. ബാലപ്പടക്കോ? മുന്തിരിക്ക പോലെ മുന്തിരിക്ക ജ്യൂസ് അടി. പൊട്ടിക്കേ.
എങ്ങനെയുണ്ട്? എന്ത് തോന്നുന്നു? നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറച്ച് അധികം സമയം തന്നാലോ? അഭിനയിക്കാൻ നന്നായിട്ട് അറിയണോണ്ട് ഒരു വികാരം ഇല്ലാതെ ശരിക്കും എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ടാവും? ഞാനൊരു എക്സ്പ്രഷൻ ഇടില്ലാന്ന് വെച്ചിട്ട് എനിക്കൊന്നും ഒരു വികാരം ഇല്ലാണ്ടല്ലോ. അയ്യോ വല്ല തൊണ്ട് തല്ലാതെ ചല്ലി അടിക്കാനോ പോയാ മതിയായിരുന്നു. തേങ്ങ കൊടുക്കണം. എന്താണ് ലാസ്റ്റ്? ഇല്ല അത് വേറെ. താക്കോലോടെ അതെടുത്ത് പോക്കറ്റ് ഇട്ടായിരുന്നു ആദ്യം. പിന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ചിട്ട്. ഇനി ആ പോക്കറ്റ് നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? അത് പോയത് ഇത് പൊട്ടില്ല. അതെ, ഇവനെന്നോട് സ്നേഹമാണോ ഉറപ്പാണോ? ഇതിന്റെ പൂട്ടവിടെ കാണൂലടാ, കാണൂല. ഒന്നും പുള്ളി കാണാനും പറ്റുന്നില്ല. വളർത്താനാണോ മോനെ കൊല്ലാനാണോ നീ എന്നെ അവിടെ കയറ്റി നിർത്തിയത്? റിജക്റ്റഡ്. ഇത്രയും നേരം ഒരു ബലൂണ് പൊട്ടിച്ചെടുക്കാൻ എന്റെ കാലെനിക്ക് ഫീൽ പോലും ചെയ്യുന്നില്ല. നടക്കാൻ പറ്റൂല. ഞാൻ നടക്കും. അതല്ല കാര്യം, മറ്റേ പറഞ്ഞു നടക്കൂലേ? ഈ എപ്പിസോഡ് ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ഈ ഒരു അവസ്ഥ വെച്ച് ഞാൻ എങ്ങാനും ഓക്കെ പറഞ്ഞ എനിക്ക് വല്ല വയ്യായം വന്നു കഴിഞ്ഞാൽ എന്റെ കഥ തീർന്നിട്ടായിരിക്കും ഡോക്ടറേറ്റ് തിരിച്ചു. അവിടെ ഏറ്റവും അവസാനം ഉണ്ടല്ലോ, ഇതിനകത്ത് കേറി നിന്നിട്ട് ഇവന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു, എന്നെ ഇഷ്ടമാണെന്ന് പറയോ? അറിയൂല. ഈ ബലൂണ് പൊട്ടിച്ച് വെച്ചിട്ട് എന്നെ ഇത് കാൽക്കുലേറ്റ് ചെയ്യരുത്. വീണവിടെ മരവിച്ച് നിൽക്കുകയാണ്. ഇനി എന്തൊക്കെയോ വീണയ്ക്ക് പറയാനുണ്ട്. പക്ഷെ ആ പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ നമുക്ക് ക്യാമറ കട്ട് ചെയ്തിട്ട് മാത്രം കേട്ടാ മതി. അതെ. അപ്പൊ തൽക്കാലത്തേക്ക് നമ്മൾ ഈ എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി വേറൊരു എപ്പിസോഡിൽ നാളെ നമുക്ക് പിന്നെയും കാണാം. ഓക്കെ. സീ കേരളത്തിന്റെ ഓണത്തോണിയിൽ ഞാനുണ്ടാവും അമരക്കാരനായിട്ട്. നിങ്ങളും കൂടെ ഉണ്ടാവണം. അപ്പൊ ഇപ്രാവശ്യത്തെ ഓണം സീ കേരളത്തോടൊപ്പം നമ്മൾ അടിച്ചു പൊളിക്കുന്നു. ഇതൊരു വെറും കളിയായിരിക്കില്ല, ഒന്നൊന്നര കളി തന്നെയായിരിക്കും. Let's rock and roll Onam special. Let us rock.